പ്ലീസ് കം. വരൂ. വെൽക്കം മൈ ചിൽഡ്രൻ, വെൽക്കം. ഇരിക്കൂ. ഇരിക്കുമോളെ. എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട്. ആദ്യമായി വീട്ടിൽ വരുന്ന ദമ്പതികൾക്ക് മധുരം നൽകണമെന്നാണ് പ്രമാണം. അച്യുതാ, ചന്തു, എങ്ങനുണ്ടടാ എന്റെ മോനും മോളും? അവരുടെ മുറിയൊക്കെ റെഡി ആയിട്ടില്ലേ? ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. റെഡിയാണ് സാർ. നീ ഒന്നുകൂടെ പോയൊന്ന് ചെക്ക് ചെയ്യ്. ചെല്ല് സാർ. കഴിക്കുമോളെ. കഴിക്കുമോളെ, ഡാഡിയല്ലേ തരുന്നത്. പ്രൈസ് ഗോഡ്, എനിക്ക് തൃപ്തിയായി. നിർഭാഗ്യവശാൽ ഞാൻ കാരണം നിങ്ങളേറെ ദുഃഖിക്കേണ്ട ഒരു സംഭവം ഉണ്ടായി. ഞാനതിൽ ഖേദിക്കുന്നു. എനിവേ, എന്റെ കൊച്ചുമോനെ മോചിപ്പിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വവും ചുമതലയും എന്റേതാണ്, എന്റേത് മാത്രം. അച്യുതാ, അവർക്ക് മുറി കാണിച്ചു കൊടുക്ക. ചെല്ല്. മോൾ ഇതിനു മുമ്പ് ബോംബെയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. മഹാ തല്ലിപ്പൊളി സ്ഥല. റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴായിരിക്കും ആരെങ്കിലും തലവെട്ടി മാറ്റുക. വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴായിരിക്കും നമ്മൾ വിവരം അറിയാം. സംശയമുണ്ട്, മോളൊന്ന് ഇറങ്ങി നോക്ക്. റോട്ടിലിറങ്ങി ഒരു 10 അടി നടന്നാൽ മതി, ഒരു 20 കൊലപാതകങ്ങളും കാണാം. പോലീസ് ഒന്നും ഇതിൽ ഇടപെടാൻ പോകത്തില്ല. ഓൾ പോലീസ് നോട്ട് ഗുഡ് ഹിയർ. അല്ല, അപ്പോ മോളുടെ വീട് എവിടെയാ? കോട്ടയത്താ. കോട്ടയത്തോ? കോട്ടയത്ത് എൻ്റെ ഒരു അമ്മായിയുടെ മകന്റെ അളിയന്റെ വീട് കോട്ടയത്താ. അവന്റെ പേര് വിജയനോ ദാസനോ. അല്ല, പറഞ്ഞ മോൾ അറിയാതിരിക്കില്ല, ഭയങ്കര ബിസിനസ്സുകാരനാ. അച്ഛൻ മീരയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കണം. അല്ല, ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും അച്ചുവേട്ടാ എന്ന് വിളിച്ചാൽ മതി, പറന്ന് ഞാൻ ഇവിടെ എത്തും. അപ്പൊ ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ടതാ. മീരയ്ക്ക് എന്ത് തോന്നുന്നു എന്റെ ഡാഡിയെ കണ്ടിട്ട്? നല്ല ഒന്നാന്തരം നടനാണ് നിങ്ങളുടെ ഡാഡി. ഏത് വേഷം കെട്ടിയാലും അരങ്ങ് തകർക്കും. കൂടെയുള്ളവര് യജമാന് പറ്റിയ സേവകരും. നമ്മൾ മടങ്ങി പോകുമ്പോ നമ്മുടെ മകൻ നമ്മുടെ കൂടെ ഉണ്ടാവുമോ ജോണി? ഇവിടുത്തെ രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് ആകെ ഭയം തോന്നുന്നു. ഉണ്ടാവും. നമ്മുടെ മോൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും.